ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് നടൻ ജയറാമിനെ ഇഡി ചോദ്യം ചെയ്യും. അടുത്ത ചൊവ്വാഴ്ച ചോദ്യം ചെയ്യലിനെ ഹാജരാകണമെന്നാവശ്യപ്പെട്ട് ജയറാമിനെ ഇഡി നോട്ടീസ് നൽകി. നേരത്തെ കേരള പോലീസിന്റെ SIT സംഘവും ജയറാമിൽ നിന്ന് മൊഴിയെടുത്തിരുന്നു. 2 ആഴ്ച മുൻപ് ചെന്നൈയിലെ വീട്ടിലെത്തിയാണ് SIT നടന്റെ മൊഴിയെടുത്തത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധവും സാമ്പത്തിക ഇടപാടുകളും സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമടക്കം ഇഡി പരിശോധിക്കുമെന്നാണ് വിവരം. നേരത്തെ ജയറാമിനെ സാക്ഷി എന്ന നിലയിൽ SIT ചോദ്യം ചെയ്തിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ ഇഡിയും ചോദ്യം ചെയ്യലിനായി ജയറാമിനെ വിളിപ്പിച്ചിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ചോദ്യം ചെയ്യലിനായി ഇഡി വിളിപ്പിച്ചേക്കുമെന്നാണ് വിവരം. ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ പൂജിച്ചതുമായി ബന്ധപ്പെട്ട് ജയറാം നൽകിയ വിശദീകരണങ്ങളിൽ പൊരുത്തക്കേടുള്ളതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് SIT ജയറാമിന്റെ മൊഴിയെടുത്തത്. സ്മാർട്ട് ക്രിയേഷൻസിൽ പൂജ നടന്ന അന്നേ ദിവസമാണ് തന്റെ വീട്ടിലും പൂജ നടന്നതെന്നായിരുന്നു നടൻ നേരത്തെ പറഞ്ഞിരുന്നത്. എന്നാൽ സ്മാർട്ട് ക്രിയേഷൻസിൽ വെച്ച് നടന്ന ജയറാം പങ്കെടുത്ത പൂജയിലുണ്ടായിരുന്നത് സ്വർണ്ണ കട്ടിളപ്പാളികളായിരുന്നു. ഇത് 2019 ജൂൺ മാസത്തിലായിരുന്നു നടന്നത്. ജയറാമിന്റെ വീട്ടിൽ നടന്നത് ദ്വാരപാലക പാളികൾ വെച്ചുള്ള പൂജയായിരുന്നു. ഇത് നടന്നതാകട്ടെ സെപ്റ്റംബർ മാസത്തിലായിരുന്നു. 2 മാസങ്ങളിൽ നടന്ന പൂജകൾ എന്തിനു ഒരേ ദിവസം നടന്നുവെന്ന് ജയറാം പറഞ്ഞതെന്നത് ചോദ്യങ്ങൾ ഉയർത്തിയിരുന്നു. ഇതെല്ലാം സംബന്ധിച്ച വിവരങ്ങൾ SIT ആരാഞ്ഞതായാണ് വിവരം. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നെന്ന് നേരത്തെ ജയറാം മൊഴി നൽകിയിരുന്നു. ശബരിമലയിലെ പ്രധാനപ്പെട്ട ഒരാൾ എന്ന നിലയ്ക്കായിരുന്നു പരിചയം. മകരവിളക്ക് സമയത്താണ് പോറ്റിയെ പരിചയപ്പെട്ടത്. ദ്വാരപാലക പാളികൾ തന്റെ വീട്ടിൽ കൊണ്ടുവന്നപ്പോഴാണ് പൂജ നടത്തിയത്. സ്മാർട്ട് ക്രിയേഷൻസിൽ സ്വർണ്ണപാളികൾ വെച്ച് നടത്തിയ പൂജയിൽ പങ്കെടുത്തിട്ടുമുണ്ട്. പോറ്റി ക്ഷണിച്ചിട്ടാണ് പോയത്. സ്മാർട്ട് ക്രിയേഷൻസുമായോ സ്പോൺസർമാരുമായോ പരിചയമില്ലെന്നും അന്ന് SITക്ക് മുൻപിൽ ജയറാം മൊഴി നൽകിയിരുന്നു.